കൊച്ചിയിൽ സ്വിഗ്ഗി വിതരണക്കാരന് മർദ്ദനം. മൂവാറ്റുപുഴ സ്വദേശി അനൂജിനാണ് മർദ്ദനമേറ്റത്. വാടകയ്ക്കെടുത്ത ബൈക്കിന്റെ അഡ്വാൻസ് തുക തിരികെ ചോദിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്ന് അനൂജ് പറഞ്ഞു. ബൈക്കിലെത്തിയ സംഘം യുവാവിനെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ എറണാകുളം പാലാരിവട്ടത്ത് വെച്ച സ്വിഗ്ഗി വിതരണക്കാരനെ ഒരു കൂട്ടം ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലായിരുന്നു ഈ സംഭവം നടന്നത്. ബൈക്ക് വാടകയ്ക്ക് എടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ 15ഓളം ആളുകൾ കൂട്ടമായി എത്തി വടിയും മറ്റും ഉപയോഗിച്ച് മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും സംഭവത്തിൽ മർദ്ദനമേറ്റ അനൂജ് മൂവാറ്റുപുഴ സ്വദേശിയാണ്. പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തൃശൂർ സ്വദേശിയായ ഗോകുൽ ഉൾപ്പെടെയുള്ള 15ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഞാൻ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നു. എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായപ്പോൾ എനിക്ക് അടിയന്തരമായിട്ട് എനിക്ക് ഡെലിവറിക്ക് പോകാൻ വണ്ടി ആവശ്യമുണ്ടായി വന്നപ്പോൾ ഞാൻ വണ്ടി അന്വേഷിച്ച് നടന്നപ്പോൾ ഇവൻ എൻ്റെ ഇടപാടുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇവനെ വിളിക്കുന്നത് ഇടനിലക്കാരനെന്ന് അറിഞ്ഞ്. അപ്പോൾ അവൻ വണ്ടി കൊണ്ട് തരാമെന്ന് പറയുന്നു. അതിൻ്റെ ഉടമ്പടിയായിട്ട് 2500 രൂപയും ഡെപ്പോസിറ്റും 170 രൂപ ഡെയിലി റെൻറ്റും അയച്ച് ഡെയിലി 170 രൂപ ദിവസ വാടകയും 2500 രൂപ ഡെപ്പോസിറ്റും. അപ്പോൾ അത് ഞാൻ ഉറപ്പിച്ച് ഞാൻ അങ്ങനെ എടുക്കുകയാണ്. എടുത്ത് ഞാൻ വണ്ടി ഓടിച്ച് എൻ്റെ വണ്ടിയുടെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുക്കുമ്പം വാടക തീർത്ത് കൊടുത്തു. പിന്നെ ഡെപ്പോസിറ്റ് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് വണ്ടിയും ഞാൻ കൊടുത്തു. 1 മണിക്കൂറിന് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ 4 മണിക്കൂറായിട്ട് കിട്ടാണ്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ നിൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ 2 ദിവസം റെൻറ്റും കൂടെ ഞാൻ എക്സ്ട്രാ പിടിക്കും ഡെപ്പോസിറ്റിൽ നിന്ന്. ഞാൻ പറഞ്ഞു അത് ചെയ്യരുത്, അത് എന്തിനാ ചെയ്യണേ, നിൻ്റെ ഞാൻ കറക്റ്റ് വണ്ടി വാടകയെന്ന് കഴിച്ചെന്നുണ്ട്. വണ്ടി ഞാൻ തിരിച്ചു തന്നു. വണ്ടിക്ക് ഒരു ഡാമേജും ഇല്ല. കറക്റ്റ് വണ്ടി ഞാൻ ഒരു പവറിൽ ലഭിക്കുക വണ്ടി തിരിച്ചു തന്നു. എനിക്ക് ആ ഡെപ്പോസിറ്റ് പൈസ പറഞ്ഞ പ്രകാരം 2500 റീഫണ്ട് വേണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് ചോദിച്ച് ലാസ്റ്റ് അവൻ തർക്കിച്ച് ഭയങ്കര തർക്കമായി കഴിഞ്ഞപ്പം അവൻ പകുതി പൈസ ഇട്ട് തന്നു. എന്നാൽ ബാക്കി പിന്നെ ആടെന്ന് വിചാരിച്ച് ഞാൻ വിട്ടു. ബാക്കി പൈസയ്ക്ക് ഞാൻ പിന്നെ 2ാമത്തെ ദിവസം തൊട്ട് വീണ്ടും വിളി തുടങ്ങി. അങ്ങനെ ശല്യം മൂത്ത് എനിക്ക് ഇവനിൽ നിന്ന് ഒരു നടപടി കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛനും അമ്മേനെയും നമ്പർ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് വീട്ടുകാരെ വിളിച്ച് അറിയിച്ചു. വീട്ടുകാർക്കും ഇവൻ്റെ കാര്യത്തിൽ ഒരു നടപടി എടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും അവനും അവൻ്റെ ഒരു 3-4 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് എനിക്ക് വധഭീഷണിയും, നിന്നെ ഇനി ജീവിക്കാൻ സമ്മതിക്കില്ല, നിന്നെ ഇവിടെ വെച്ച് തീർത്ത് കളയുന്നുള്ള വധഭീഷണിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായി. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണോ പാലാരിവട്ടം പോലീസിൽ പോയിട്ട് പരാതി നൽകിയത്? ഇങ്ങനെ ഒരു ഭീഷണി കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരെ പാലാരിവട്ടം സ്റ്റേഷനിൽ പോയിട്ട് ആദ്യം പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാക്കാല പോയി പരാതി കൊടുക്കുകയത്. പിന്നീട് എനിക്കൊരു വധഭീഷണി വന്നപ്പോൾ ഞാൻ ഫോർമലായിട്ട് ഒരു കംപ്ലയിൻ്റ് അങ്ങോട്ട് എഴുതി കൊടുത്തു. ഞാൻ ഇവിടെ വണ്ടി കൊണ്ട് നിർത്തി സ്റ്റാൻഡ് ഇട്ടപ്പോഴത്തേക്കും എൻ്റെ ഇടത്തും വലത്തും ഒക്കെ വണ്ടികൾ കയറി വന്ന് 2 സൈഡിൽ നിന്നും ആളുകൾ വന്ന് വണ്ടി കൊണ്ട് നിർത്തി പൈപ്പും മാരകായുധങ്ങളും മറ്റേ ഇടിവളയും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇടി അങ്ങോട്ട് തുടങ്ങുമായിരുന്നു. ഇടി തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയത്. അതുകൊണ്ട് എനിക്ക് ആരും തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ ഗൂഗിൾ അതിനകത്തുണ്ടായിരുന്നു. ഗൂഗിൾ എൻ്റെ മൊബൈലൊക്കെ മേടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് എൻ്റെ ഡിസ്പ്ലേ ഒക്കെ ആകെ ഡാമേജാക്കി, വണ്ടി ഡാമേജാക്കി, എൻ്റെ ഹെൽമെറ്റ് നിലത്തിട്ട് എറിഞ്ഞു പൊട്ടിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഡാമേജ് ആക്കിയിട്ടാണ്. പിന്നെ അപ്പോഴത്തേക്കും പോലീസ് വരുന്ന കണ്ടപ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് ഇവൻ്റെ കൂട്ടുകാരന്മാരെ വിളിച്ച് ഇവിടുന്ന് എതിർ ദിശയിലേക്ക് പോയി. സംഭവം നടന്ന് ഞാൻ സ്റ്റേഷനിൽ പോയി ഇരിക്കുമ്പോഴും ഇവന്മാർ എൻ്റെ റൂമിൽ ചെന്നു. എന്നിട്ട് റൂമിലുള്ള ഒരു പയ്യനുണ്ട്, അവനോടും ഇന്ന് രാത്രി അവനോട്ട് പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് പോയത്. ഗുരുവായൂർ സ്വദേശിയായ ഗോകുൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെ പിടികൂടാനായിട്ടില്ല. ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പാലാരിവട്ടം പോലീസ് വ്യക്തമാക്കിയത്. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം കൊച്ചിയിൽ നിന്ന് അറിയ മാതൃഭൂമി ന്യൂസ്.